ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. ഇത്രയും ദിവസം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നൊരു സിനിമയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ചാക്കോവൻ നിർമ്മിച്ച് സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത കൊച്ചവ പൗലോ അയ്യപ്പ കോയിലോ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ മിക്കവാറും പേര് കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ തീമായിട്ടുള്ള ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതും ഈ സിനിമയാണ്. ഇതിന്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പൗലോ കോയിലോയുടെ ഐക്കോണിക് ബുക്കായ ആൽക്കമിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആൽക്കമിസ്റ്റ് എന്ന ബുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. നാട്ടുകാർക്ക് ഉപകാരിയായ കൊച്ചവ് എന്ന് വിളിക്കുന്ന അജയൻ എന്ന യുവാവും അപ്പു എന്ന് വിളിക്കുന്ന അയ്യപ്പദാസ് എന്ന കുട്ടിയുമാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ. അപ്പുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്ലെയിനിൽ കയറുക എന്നുള്ളത്. അവന്റെ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ 2 തവണ അവന് പ്ലെയിനിൽ കയറാൻ അവസരം ലഭിച്ചിട്ടും അവനതിന് സാധിക്കുന്നില്ല. ആദ്യത്തെ തവണ അവന് ചിക്കൻ ബോക്സ് വന്നിട്ട് ആ യാത്ര മുടങ്ങാണ്. 2ാമത്തെ തവണ അവന്റെ അച്ഛൻ മരണപ്പെടുന്നത് കൊണ്ട് അവന് പോകാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്ത് അവന്റെ അച്ഛൻ മരിച്ച ആ വിഷമത്തോളം തന്നെ വലുതായിരുന്നു അവൻ ഇനി പ്ലെയിനിൽ കയറാൻ സാധിക്കില്ലല്ലോ എന്ന വിഷമവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൻ കൊച്ചവ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നിടത്തേക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവന് വെള്ളം പേടിയായത് കൊണ്ട് തന്നെ അവനെ കൊച്ചവ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് കൊച്ചവ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആൽക്കമിസ്റ്റിലെ ഫേമസ് കോട്ട് പറയുന്നത്. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു തരാനായിട്ട് ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും എന്ന കോട്ടാണ് പറയുന്നത്. അതിനോടൊപ്പം പിള്ളേർക്ക് നീന്തലിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനായിട്ട് കൊച്ചവ കുറെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവൽ നീന്തൽ മത്സരങ്ങൾ നടത്തുന്ന ഒരുപാട് ക്ലബ്ബുകളുണ്ട്. നന്നായി നീന്തൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാം, പ്ലെയിനിൽ കയറാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട അപ്പുവിന് നീന്തൽ പഠിച്ച പ്ലെയിനിൽ കയറാം എന്നൊരു തോട്ട് ഉണ്ടാവുകയാണ്. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവൻ അവന്റെ പേടിയെ മറികടന്നുകൊണ്ട് നീന്തൽ പഠിക്കുന്നു. കൊച്ചവയ്ക്ക് ഇവൻ സാധാരണ കുട്ടികളെ പോലെ നീന്തൽ പഠിക്കുന്നു എന്നേ തോന്നിയുള്ളൂ. പക്ഷെ ഒരു ദിവസം മഴയത്ത് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് ചോദിക്കുമ്പോഴാണ് അവന്റെ ആഗ്രഹത്തെക്കുറിച്ചും കൊച്ചവ പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. കൊച്ചവ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടാണ് അവൻ ആ ചെയ്യുന്നത്. കൊച്ചവയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോ എന്താ പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒന്നുമില്ല മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ അവൻ ഒരുപാട് വിഷമിക്കുന്നു. കൊച്ചവ ഇത് കണ്ടു കഴിഞ്ഞപ്പോ കൊച്ചവയ്ക്കും ഭയങ്കരമായിട്ട് വിഷമവും കുറ്റബോധമൊക്കെ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഇവൻ ഇത് കൊച്ചവ പറഞ്ഞത് വിശ്വസിക്കാണ്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. ഇത് കൊച്ചവയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്നുണ്ട്. അവന്റെ ആഗ്രഹത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് കൊച്ചവ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. കൊച്ചവ തനിക്കായിട്ട് എന്തായാലും പ്ലെയിനിൽ കയറാനുള്ള ഒരു അവസരം ഒരുക്കി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പു അവന്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് പരിശ്രമിക്കുന്നുമുണ്ട്. കൊച്ചവ ബാംഗ്ലൂരിലുള്ള ഒരു ക്ലബ്ബ് കണ്ടുപിടിച്ചുകൊണ്ട് അപ്പുവിനെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതിൽ അവൻ വിജയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കാനായിട്ട് സെലക്ട് ആവുന്നു. അതിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ള അവന്റെ കൂട്ടുകാരി അമ്പിളി പുഴയിൽ ഒഴുക്കിപ്പെടുന്നത്. അവന് പ്ലെയിനിൽ കയറാനുള്ള ആഗ്രഹം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് അവന്റെ പ്രിയപ്പെട്ട അമ്പിളി ആ ഒഴുക്കിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏത് തിരഞ്ഞെടുക്കും എന്ന അവസ്ഥയിൽ ആ കൊച്ചുകുട്ടി അവന്റെ ആഗ്രഹത്തെക്കാളും അവന്റെ കൂട്ടുകാരിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അമ്പിളിയെ രക്ഷിക്കാൻ പോവുകയാണ്. അമ്പിളിയെ രക്ഷിച്ചെങ്കിലും അപ്പു ഹോസ്പിറ്റലാവുന്നു. അവന്റെ പ്ലെയിനിൽ കയറാനുള്ള ആ ഒരു ചാൻസും മിസ്സാവാണ്. അവൻ ആ വിഷമം കൊച്ചവയുമായി പങ്കുവെക്കുമ്പോൾ അതിനുള്ള അവസരം ഇനിയും വരും, അതിനേക്കാൾ ഒരുപാട് വലിയ കാര്യമല്ല മോൻ ചെയ്തത് എന്ന് അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം കൊച്ചവ പറഞ്ഞ പോലെ തന്നെ അവൻ അതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അമ്പിളിയെ രക്ഷിച്ചതിന് ധീരതയ്ക്കുള്ള അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് അവൻ ആദ്യമായി പ്ലെയിനിൽ കയറുന്നു. പക്ഷെ ആ സമയത്ത് അപ്പുവിന് അതിനേക്കാൾ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൊച്ചവ ആഗ്രഹിച്ച പോലെ, അവന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെയൊക്കെ അവൻ ഉയരങ്ങൾ കീഴടക്കണം എന്നാണ് അവന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് അവനെ കൊണ്ട് നേടാനാവും എന്ന വിശ്വാസവും അവന് അതിനുള്ളിൽ തന്നെ കൊച്ചവ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൊച്ചു സ്വപ്നം നിറവേറ്റാനായി കൊച്ചവ അപ്പുവിന് കൂട്ടായിട്ട് കഥയിലുടനീളം ഉണ്ട്. അതിനുവേണ്ടി കൊച്ചവ ഒരുപാട് തടസ്സങ്ങൾ മറികടക്കേണ്ടി വരുന്നുണ്ട്. ആ തടസ്സങ്ങൾ മറികടക്കാൻ യൂണിവേഴ്സാണ് ഓരോ തരത്തിലും കൊച്ചവയെ ഹെൽപ്പ് ചെയ്യുന്നത്. സാമ്പത്തികമായി പോലും സ്ട്രഗിൾ ചെയ്ത് അവന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടും അവന് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും കൊച്ചവ അപ്പുവിനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം പോസിറ്റീവായിട്ട് സംസാരിച്ച് അവനെ സമാധാനിപ്പിക്കാനാണ് നോക്കുന്നത്. അതിനുശേഷം അവന്റെ ആ ആഗ്രഹം നടക്കുമ്പോൾ അവന് കൂട്ടായി അവന്റെ കൊച്ചവയും ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു മനസ്സിലെ കുഞ്ഞാഗ്രഹം ആദ്യമേ സാധിച്ചിരുന്നെങ്കിൽ അവൻ ആ ഗ്രാമത്തിന് അപ്പുറത്തേക്ക് ആരും അറിയുമായിരുന്നില്ല. അവന്റെ ഉള്ളിലെ കഴിവുകളും അവൻ തിരിച്ചറിയുമായിരുന്നില്ല. അവൻ അവന്റെ കൊച്ചാഗ്രഹത്തിലൂടെ അവന്റെ കഴിവുകളെയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള അവസരങ്ങളെയും അവൻ മനസ്സിലാക്കുന്നു. ആൽക്കമിസ്റ്റിൽ സാന്റിയാഗോ നീതി തേടി നടന്ന് അവൻ അവന്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ നിധിയെന്ന് കണ്ടുപിടിച്ച പോലെ. പ്രപഞ്ചം അതിനായി അപ്പുവിന്റെ ജീവിതത്തിൽ ഒരു ഗൈഡ് അല്ലെങ്കിൽ മെന്ററിനെ പോലെ നിയോഗിച്ച ആളാണ് കൊച്ചവ.
ഈ ഒരു സിനിമ നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹവും യൂണിവേഴ്സ് നടത്തി തരാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിപ്പിക്കുമ്പോൾ അതിന് ഓരോ കാരണം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് ആഗ്രഹം നടത്തി തരാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മളെ തന്നെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു. അതിനായി പ്രപഞ്ചം പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ട്. പലതും ഒരുപാട് വേദനാജനകമായിരിക്കും. ചില സിറ്റുവേഷനിൽ ഇനി ആഗ്രഹം നടക്കില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതിനെ എല്ലാം കൊച്ചോ പോസിറ്റീവായ രീതിയിൽ നേരിട്ട പോലെ തന്നെ നമ്മൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം തീർച്ചയായും നടക്കും. ആഗ്രഹം നടക്കുന്നതിലുപരി നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തും. നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ തിരിച്ചറിയും. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനേയും സ്വർണ്ണമാക്കി മാറ്റാൻ കഴിവുള്ളയാൾ എന്നാണ്. നമ്മൾ എല്ലാവരിലും ഒരു ആൽക്കമിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾക്ക് എന്തും സാധ്യമാകും. ബിലീവ് ഇൻ യുവർ ഡ്രീംസ് ആൻഡ് അച്ചീവ് യുവർ ഗോൾസ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.